രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതയേ നമ. ശ്രീമദ് വാൽമീകി രാമായണം യുദ്ധകാന്ഡം 90-ാം സർഗം. ഇന്ദ്രജിത്ത് രഥഭംഗം. അതിശക്തന്മാരായ മദയാനകൾ പോലെ പരസ്പരം നിഗ്രഹിക്കാനുള്ള ആഗ്രഹത്തോടെ ലക്ഷ്മണനും ഇന്ദ്രജിത്തും യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ എല്ലാവരും ഇമവെട്ടാതെ നോക്കി നിന്നു. വിഭീഷണൻ ഇന്ദ്രജിത്തിൻ്റെ സൈന്യങ്ങളോട് എതിരിട്ടു. പിന്നീട് വിഭീഷണൻ കപിവരന്മാരോട് പറഞ്ഞു, ഈ നിൽക്കുന്ന ഒരുവൻ മാത്രമാണ് ലങ്കേശൻ്റെ ശക്തി. ഉറ്റ ആശ്രയമായിട്ടുള്ളതും മറ്റാരുമല്ല. ഇവൻ കൊണ്ടുവന്ന സൈന്യങ്ങളിൽ ഈ കാണുന്നവർ മാത്രമാണ് ബാക്കിയുള്ളത്. നിങ്ങൾ എന്താണ് വെറുതെ നിൽക്കുന്നത്? ഈ മഹാപാപിയെ നിഗ്രഹിച്ചു കഴിഞ്ഞാൽ രാവണൻ്റെ കഥ തീർന്നു. ലങ്കയിലെ വൻ പടനായകന്മാർ മുഴുവനും അവസാനിച്ചിരിക്കുന്നു. പ്രഹസ്തൻ, നികുംഭൻ, കുംഭകർണൻ, കുംഭൻ, ധൂമ്രാക്ഷൻ, ജംബുമാലി, മഹാമാലി, തീക്ഷ്ണവേഗൻ, അശനിപ്രദൻ, സുപ്നഘ്നൻ, യജ്ഞകോപൻ, വജ്രദംഷ്ടൻ, സംഹ്രാദി, വികടൻ, അരിഘ്നൻ, തപനൻ, ദമനൻ, പ്രഹസൻ, പ്രഘാസൻ, ജംഘൻ, പ്രജംഘൻ, അഗ്നികേതു, രശ്മികേതു, വിദ്യുജിഗ്മൻ, സൂര്യശത്രു, കമ്പനൻ, ദേവാന്തകൻ, നരാന്തകൻ, അകമ്പനൻ, സുപാർശ്വൻ, ചക്രമാലി മുതലായ രാക്ഷസൻ വീരന്മാരെ മുഴുവനും നിഗ്രഹിച്ചതിനാൽ സമുദ്രം തരണം ചെയ്ത് കഴിഞ്ഞു. ഇനി നിസ്സാരമായ ഗോഷ്പദം മാത്രമേ ചാടിക്കടക്കേണ്ടതുള്ളൂ. ഇവൻ്റെ അച്ഛനായ ഞാൻ തന്നെ ഇവനെ വധിക്കുന്നത് യുക്തമല്ല. ശ്രീരാമന് വേണ്ടി ഞാൻ തന്നെ ഇവനെ വധിക്കാൻ തയ്യാറാണ്. ഇവൻ്റെ നേരെ നിൽക്കുമ്പോൾ അശ്രുക്കൾ എൻ്റെ കണ്ണ് മൂടുന്നു. ലക്ഷ്മണൻ തന്നെ ഇവനെ വധിക്കുന്നതാണ്. ജാമ്പവാൻ സ്വന്തം യൂഥപഗണങ്ങളോടുകൂടി കല്ല്, പല്ല്, നഖങ്ങൾ എന്നിവയാൽ രാക്ഷസരെ ഹനിച്ചു തുടങ്ങി. രാക്ഷസന്മാർ എല്ലാവരും കൂടിച്ചേർന്ന് ഉലക്ക, തോമരം, വെൺമഴു മുതലായ നിശിത ആയുധങ്ങൾ കൊണ്ട് ജാമ്പവാനെ ആക്രമിച്ചു. ഹനുമാൻ ഒരു കുന്നിൻ മുടി പുഴക്കിയെടുത്ത് എണ്ണമറ്റ രാക്ഷസന്മാരെ വധിച്ചു. ഇന്ദ്രജിത്ത് കുറച്ചുനേരം ഇളയച്ചനുമായി പൊരുതിയ ശേഷം വീണ്ടും ലക്ഷ്മണനോട് ഏറ്റുമുട്ടി. പൊരുതുന്ന അവരിരുവരുടെയും കൈവേഗത്താൽ അവർ വില്ലെടുക്കുന്നതും ശരങ്ങൾ കൈക്കൊള്ളുന്നതും തൊടുക്കുന്നതും എയ്യുന്നതും ഞാണിനെ വലിക്കുന്നതും ബാണങ്ങളെ വേർപിരിക്കുന്നതും ഒന്നും തന്നെ എത്ര സൂക്ഷിച്ചു നോക്കിയിട്ടും ആർക്കും മനസ്സിലാക്കാൻ സാധിച്ചില്ല. അവരുടെ വില്ലുകളിൽ നിന്ന് പുറപ്പെട്ട ശരനിരകളാൽ ആകാശം മൂടപ്പെട്ടു. രക്തപ്പുഴകൾ ഒഴുകി. കാറ്റ് വീശിയില്ല, അഗ്നിയും ജ്വലിച്ചില്ല. മഹർഷിമാർ ലോകർക്കെല്ലാം ക്ഷേമമുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ഗന്ധർവന്മാരും ചാരണന്മാരും വന്നെത്തി. ലക്ഷ്മണൻ 4 ബാണങ്ങൾ കൊണ്ട് ഇന്ദ്രജിത്തിൻ്റെ 4 കുതിരകളെയും എയ്തു. ഒരമ്പ് കൊണ്ട് അവൻ്റെ സാരഥിയെ വധിച്ചു. ഇന്ദ്രജിത്ത് താൻ തന്നെ സാരഥ്യം നടത്തി. ഇന്ദ്രജിത്ത് കുതിരകളെ നിയന്ത്രിക്കാൻ കൈകൾ ഉപയോഗിക്കുമ്പോൾ ഇന്ദ്രജിത്തിനെ ലക്ഷ്യമാക്കി ശരങ്ങൾ എയ്തു. അവൻ വില്ലിൽ കൈവയ്ക്കുന്ന സമയം കുതിരകളുടെ നേരെ ശരങ്ങൾ വർഷിച്ചു. സാരഥി മരിച്ചപ്പോൾ രാവണസൂതന് ഉത്സാഹം കുറഞ്ഞു. അവൻ വിഷണ്ണനായി. പ്രമാധി, ശരഭൻ, രഭസൻ, ഗന്ധമാനദൻ എന്ന 4 വാനരാധിപന്മാർ ആ 4 വൻ കുതിരകളിന്മേലും കുതിച്ചു ചാടി. അവയെ മർദ്ദിച്ചു. കുതിരകൾ ജീവനറ്റ് നിലത്ത് വീണു. കുതിരകളെ കൊന്ന ശേഷം ആ വാനരോത്തമന്മാർ മഹാരഥത്തെയും തവിടുപൊടിയാക്കി. തേരും കുതിരകളും സൂതനും നഷ്ടപ്പെട്ട രാവണി നിലത്തേക്ക് ചാടി ലക്ഷ്മണനെ ശരമാരി കൊണ്ട് എതിർത്തു. ലക്ഷ്മണൻ ശരനിരകൾ കൊണ്ട് അവനെ തടുത്തു. 90-ാം സർഗം അവസാനിച്ചു. ജാനകീ ജീവനസ്മരണം. ജയ ജയ രാമ രാമ.